അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സൈക്കിൾ ബാലൻസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് സ്കൂട്ടർ ബാലൻസ് ചെയ്യാം? എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ സ്കൂട്ടർ ബാലൻസ് ചെയ്ത് പഠിച്ചു. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ചിലർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും സ്കൂട്ടർ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടണം എന്നുള്ളത്. ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഡ്രൈവിംഗ് സ്കൂളിലും ഒക്കെ പോയിട്ട് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ബാലൻസ് ആയിട്ടുണ്ടാവില്ല ആർക്കും. ഒന്നാമത് ഒരു പേടിയാണ്, സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂവ് ആവോ എന്നൊക്കെ ഉള്ള ഒരു പേടിയോണ്ടാണ്. എൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കങ്ങനെ ആയിരുന്നു ഫസ്റ്റ്. എനിക്കാണെങ്കിൽ സൈക്കിൾ ബാലൻസ് ഇല്ലായിരുന്നു. ഞാൻ കുറേ സൈക്കിള് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറേ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയും വീണ്ടും ഞാൻ ഈ സ്കൂട്ടർ തന്നെ ബാലൻസ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സൈക്കിൾ ബാലൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്തെടുക്കാമെന്ന്. ഓടിക്കാനുള്ള കാര്യമല്ല പറയുന്നത് കേട്ടോ. ഓടിക്കാൻ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പഠിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു 1 വീക്കെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും, സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. പക്ഷെ ഒരു ദിവസം കൊണ്ട് ബാലൻസ് ആക്കാൻ പറ്റും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം എൻ്റെ അനുഭവത്തിലൂടെ തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ദിവസം കൊണ്ട് എങ്ങനെ നമുക്കത് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ അമർത്തുക, ഓൾ പ്രസ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ല എന്ന ഒരു വിഷമത്തിൽ എല്ലാവരും ഡെസ്പടിച്ചിരിക്കുന്നുണ്ടാവും. എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ഞാൻ എങ്ങനെ സ്കൂട്ടി ബാലൻസ് ചെയ്യാൻ പഠിക്കും, എനിക്ക് കഴിയൂല എന്നൊക്കെ വളരെയധികം ഡെസ്പടിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പം പക്ഷെ ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. സൈക്കിൾ ബാലൻസ് ഇല്ലാതെ നമുക്ക് സ്കൂട്ടർ ബാലൻസ് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു സ്കൂട്ടിയോ അല്ലെങ്കിൽ ആക്റ്റീവോ എന്തെങ്കിലും വേണം. അതില്ലാണ്ട് കഴിയൂല. അപ്പം നമ്മുടെ കയ്യിൽ ഉള്ള ആക്റ്റീവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ വണ്ടിയിൽ കയറി ഇരിക്കുക. വണ്ടിയിൽ കയറി ഇട്ടിട്ട് സ്റ്റാൻഡ് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ 2 കാല് വെച്ചിട്ട് സ്റ്റാൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുക വണ്ടിക്ക്. എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ 2 കാലുകൊണ്ട് ഇങ്ങനെ തുഴഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനേ പാടില്ല കേട്ടോ. ആ സമയത്തൊന്നും സ്റ്റാർട്ട് ചെയ്യാനേ പാടില്ല. അതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും വണ്ടീൻ്റെ റൈറ്റ് സൈഡിലുള്ള ഹാൻഡിലാണ് അതിലാണ് ആക്സിലേറ്റർ ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡിൽ ആണ് ബ്രേക്ക് ഉണ്ടാവുന്നത്. അതായത് റൈറ്റ് സൈഡിലും ബ്രേക്ക് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് അമർത്തി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത്യാവശ്യ ഘട്ടം വരുമ്പോൾ മാത്രമേ റൈറ്റ് സൈഡിലെ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡിലെ അധികം നമ്മൾ യൂസ് ചെയ്യല്, അധികം ഇങ്ങനെ പിടിക്കലും ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കാണ്. അപ്പോൾ അത് ഫസ്റ്റിൽ അത് മനസ്സിലാക്കിയെടുക്കുക. റൈറ്റ് ഹാൻഡിലാണ് നമ്മൾ ആക്സിലേറ്റർ വരുന്നത്. ലെഫ്റ്റിൽ ഉള്ള ബ്രേക്ക് അമർത്തി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒക്കെ നമുക്ക് മെല്ലെ ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് മെല്ലെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്കാണ് പിടിച്ചു കൊടുക്കേണ്ടത്. രണ്ടും കൂടി ഒന്നിച്ച് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിടിക്കുന്ന സഡൻ ബ്രേക്ക് ഒക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി മറിയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളവർ ഒക്കെ അത് കൺട്രോളിൽ നിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കതും ഞാൻ ഒരുപാട് ഇത് പഠിച്ചിട്ട് ഞാൻ ഇതുവരായിട്ട് റൈറ്റ് സൈഡിലുള്ള ബ്രേക്ക് ഞാൻ ഇതുവരായിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഒരു മീഡിയം ലെവലിലാണ് ഞാൻ പോവല്. എനിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥയെ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു മീഡിയം ലെവലിൽ പോകുമ്പോൾ മിക്കവാറും ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് പിടിച്ചാൽ മതി. ഒന്നാമത് എനിക്ക് മറിഞ്ഞു വീഴുമെന്നുള്ള പേടിയാണ് റൈറ്റ് സൈഡിലത്തെ പിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇതുവരായിട്ട് അത് പിടിച്ചിട്ടില്ല, പിടിക്കാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ
എപ്പോഴായാലും നമ്മൾ ഹാൻഡിലുമ്പോൾ പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം പിടിക്കാൻ. കാരണം പെട്ടെന്ന് എന്തെങ്കിലും അവസ്ഥയിൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. റൈറ്റ് സൈഡിലും കൂടി കൂട്ടി പിടിക്കുമ്പോഴാണ് വണ്ടി പെട്ടെന്ന് മാറിയ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ അതുമ്പോൾ കയറി ഇരുന്നിട്ട് 2 കാലും വെച്ചിട്ട് ഇങ്ങനെ നടന്ന് പഠിക്കുക. ഇരുന്നിട്ട് സീറ്റിൽ ഇരുന്നിട്ട് 2 കാലും വെച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പഠിക്കുക ഫസ്റ്റ്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്താ പറയുക, വളച്ചും തിരിച്ചും ഒക്കെ അതേപോലെ തന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂറോളം അതേപോലെ തന്നെ പിടിക്കുക. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഇതേപോലെ ഒരുപാട് തവണ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഇങ്ങനെ ഇതേപോലെ നടന്ന് നമ്മൾ ബാലൻസ് ആക്കിയാൽ തന്നെ വണ്ടിയുമ്പോഴുള്ളൊരു ബാലൻസിങ് നമുക്ക് വന്ന് നമ്മുടെ കയ്യിലായി. അപ്പൊ അന്നേരം തന്നെ നമുക്കൊരു കോൺഫിഡന്റ് ആയി. കാരണം വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡന്റ് നമുക്ക് വന്നു കഴിഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെ ഇങ്ങനെ നടന്നു പഠിച്ചാൽ തന്നെ നമുക്കൊരു കോൺഫിഡന്റ് ആയി. വണ്ടി നമ്മളെ കൺട്രോളിൽ കിട്ടി എന്നുള്ള ഒരു കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗത്തുള്ള ബ്രേക്ക് നല്ലവണ്ണം പ്രസ് ചെയ്ത് പിടിക്കുക. ഹാൻഡിലും ബ്രേക്കും കൂടെ നല്ലവണ്ണം പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കുക. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബ്രേക്ക് പിടിച്ച് ഈ ഇടത് ഭാഗത്തുള്ള ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ബ്രേക്ക് ഒഴിവാക്കരുത് കേട്ടോ. ഒഴിവാക്കാതെ നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റ് സൈഡിലുള്ള ആ ആക്സിലേറ്ററും റൈറ്റ് സൈഡിലാണല്ലോ ആക്സിലേറ്റർ ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ മെല്ലെ ഒന്ന് മൂവ് ചെയ്യിക്കുക. അതായത് മെല്ലെ ഒന്ന് കൊടുക്കുക. വളരെ സ്പീഡിൽ കൊടുക്കരുത്, മെല്ലെ കൊടുക്കുക. ബ്രേക്ക് പിടിച്ചിട്ട് വേണം, ബ്രേക്ക് നല്ലോണം അമർത്തി പിടിച്ചിട്ട് വേണം മെല്ലെ ആക്സിലേറ്റർ കൊടുക്കാൻ. അത് അങ്ങനെ ഒരു കുറേ നേരം ഇങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് പഠിക്കുക. ബ്രേക്ക് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഒരൊറ്റ കുതിക്കലാണ് വണ്ടി. പിന്നെ നമ്മളും ടപ്പയും വണ്ടിയും ഒക്കെ കൂടെ ടപ്പയെന്നറിഞ്ഞ് വീഴും. അപ്പം ഇടത് ഭാഗത്തുള്ള ബ്രേക്ക് നല്ലവണ്ണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മെല്ലെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് പഠിക്കുക. ഇങ്ങനെ മെല്ലെ കൊടുത്ത് പഠിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആക്സിലേറ്റർ കൊടുക്കാനുള്ള ഒരു കൺട്രോളിങ് നമുക്ക് കിട്ടും. കാരണം ചിലർ കാണാൻ പെട്ടെന്ന് ഇങ്ങനെ ഈ സ്റ്റാർട്ടായ ആ ഒരു വെപ്രാളത്തിൽ കാണാൻ ഡ്രം എന്ന് പറയേണ്ടത് പെട്ടെന്ന് അങ്ങോട്ട് ആക്സിലേറ്റർ കൊടുക്കുന്നത്. അതൊരിക്കലും പാടില്ല. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എപ്പോഴും പതുക്കെ കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡിൽ പോകുന്നുള്ളതും മെല്ലെ കൊടുക്കുമ്പോഴുള്ള മൂവ്മെന്റ് എങ്ങനെയാന്നുള്ളതും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ബ്രേക്കുമെന്ന് കൈയെടുക്കാനേ പാടില്ല. ബ്രേക്ക് നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം മെല്ലെ ആക്സിലേറ്റർ കൊടുത്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആക്സിലേറ്ററിൻ്റെ കൺട്രോളിങ് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ മൂവ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇടത് ഭാഗത്തുള്ള ബ്രേക്കാണ് അമർത്തി പിടിക്കേണ്ടത്. എന്നിട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ പതുക്കെ ഒന്ന് മൂവ് ചെയ്യുക. ഫസ്റ്റിലൊന്ന് മൂവ് ചെയ്യുക, പിന്നെ ബ്രേക്ക് പിടിക്കുക, ഇടത് ഭാഗത്തുള്ള ബ്രേക്ക് പിടിക്കുക. പിന്നെ അങ്ങനെ ജസ്റ്റ് 2 കാലും തുഴഞ്ഞ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാതെ 2 കാല് വെച്ചിട്ട് ബാലൻസ് ആക്കാൻ പറഞ്ഞ പോലെ തന്നെ ഇതും സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷവും ഇതേപോലെ മെല്ലെ ഇങ്ങനെ 2 കാലും വെച്ചിട്ട് ഓടിക്കുക. ആവശ്യം വരുമ്പോൾ ഇടത് ഭാഗത്തുള്ള ബ്രേക്ക് അമർത്തി പിടിക്കുക. അങ്ങനെ ഇതേപോലെ പതുക്കെ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കാലെടുത്ത് വെക്കുക. ഒരു കാല് മെല്ലെ സ്റ്റെപ്പിലേക്ക് കയറ്റി വെച്ചിട്ട് മെല്ലെ ഓടിച്ച് ബാലൻസ് ചെയ്ത് പഠിക്കുക. ഇതുപോലെ തന്നെ മെല്ലെ ഒരു കാലെടുത്ത് വെച്ചിട്ട് നമുക്ക് മെല്ലെ ഇതേപോലെ ഓടിച്ച് പഠിക്കാം. അങ്ങനെ പതുക്കെ ഒരു കാല് മേലെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഓടിക്കാൻ അങ്ങനെ കുറച്ച് നേരം ഒരു കാല് മാത്രം കയറ്റി വെച്ചിട്ട് ഓടിക്കുക. അങ്ങനെ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ കാലും എടുത്ത് വെക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് കൂടും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴായാലും ഈ ഒരു കാല് മാത്രം വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒന്ന് മറ്റേ കാല് എടുത്ത് വെച്ചിട്ടൊന്ന് നോക്കുക. ബാലൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒഴിവാക്കിയിട്ട് ആദ്യം മുതൽ ചെയ്യാം.
ഇതിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എപ്പോഴും നമ്മളെ സപ്പോർട്ടിലായിരിക്കണം. അതായത് ഇടത് ഭാഗത്തുള്ള ബ്രേക്ക് എപ്പോഴും ഹാൻഡിലും ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് ബ്രേക്കിലും കൂടി ഒരു സപ്പോർട്ട് വേണം. കാരണം ഏത് സമയത്താണ് നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റിൽ ഇതേപോലെ 2 കാലും കുത്തിയിട്ട് 2 കാലും ഇങ്ങനെ വെച്ചിട്ട് നടന്നിട്ട് ബ്രേക്ക് പിടിക്കുക, കുറച്ചൊന്ന് മൂവ് ചെയ്യിക്കുക, ഒന്ന് ബ്രേക്ക് പിടിക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഇതിങ്ങനെ ചെയ്യുന്ന സമയത്തും നമുക്ക് എപ്പോഴും ഒരു ബ്രേക്കിനൊരു സപ്പോർട്ട് വേണം. ഇടത് ഭാഗത്ത് ബ്രേക്കിനൊരു സപ്പോർട്ട് വേണം. പിന്നീട് നമ്മൾ ഒരു കാല് കയറ്റി വെച്ചിട്ടാണ് പിന്നെ ഓടിച്ച് പഠിക്കേണ്ടത്. ഇത് എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടുള്ള അതേപോലെ ടേണിംഗ് ഉള്ള സ്ഥലത്തൊന്നും ചെയ്ത് പഠിക്കേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്ത് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കാല് കുത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കാലും വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് വരും. അപ്പോൾ പിന്നെ അങ്ങനെ അത് അങ്ങോട്ട് ബാലൻസ് ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വണ്ടി ഒന്ന് എയിമാക്കാൻ ഓടിക്കാനുള്ള കാര്യമല്ല പറഞ്ഞത്, ഒന്ന് എയിമാക്കാൻ ബാലൻസ് ഇല്ലാത്തവർക്ക് ഒന്ന് എയിമാക്കാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. 2 വീലറൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് 4 വീലർ ആകുമ്പോൾ നമുക്കൊരു ഇതിന് മുന്നേ ഞാനൊരു 4 വീലറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. 4 വീലർ ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ 4 വീൽ ഉള്ളതുകൊണ്ട് നമുക്കത് മറിഞ്ഞു വീഴില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ നമുക്ക് ഓടിക്കാം. പക്ഷെ 2 വീലർ ആകുമ്പോൾ ആകെ ഞാൻ എപ്പോഴും പറയും 2 വീലുമ്മ നടക്കുന്ന ഒരു സർക്കസ് പോലെയാണ് ഈ 2 വീലർ ഓടിക്കുക എന്ന് പറയുന്നത്. അത് അങ്ങേയറ്റം ബാലൻസ് ആയാൽ മാത്രമേ നമുക്ക് എന്തായാലും റോഡിലേക്കൊക്കെ ഇറക്കാൻ കഴിയുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കണം എന്തായാലും. പിന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ നിയമങ്ങളൊക്കെ എല്ലാവരും അറിയല്ലോ. അതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഒന്നൊക്കെ പഠിച്ചിട്ട് വേണം റോഡിലേക്കൊക്കെ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോഴും 2 വീലർ ഓടിക്കാൻ ഇപ്പോഴും പേടി തന്നെയാണ്. ഞാൻ ഒരു ലിമിറ്റ് സ്പീഡിലേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഇടത് ഭാഗത്തുള്ള ബ്രേക്ക് മാത്രം പിടിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. നമ്മൾ ഓവർ സ്പീഡിൽ പോകുമ്പോഴാണ് നമുക്ക് ബാലൻസ് കിട്ടാതെ നമുക്ക് എന്താ പറയുക കൺട്രോൾ കിട്ടാതെ ആകുമ്പോഴാണ് നമ്മൾ 2 ഭാഗത്തുള്ള ബ്രേക്ക് ഒന്നിച്ച് പിടിക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നത്. അപ്പോഴാണ് വണ്ടി പെട്ടെന്ന് അതോ അങ്ങേയറ്റം പ്രാക്ടീസില്ലാത്തവർക്കാവുമ്പം വണ്ടി മറിയാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴായാലും ഒരു ലിമിറ്റ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇപ്പൊ പറഞ്ഞ മാതിരി മറിച്ചിലും തിരിച്ചിലും ഒന്നും ഉണ്ടാവില്ല. ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് മാത്രം പിടിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.